ഒരു വചനഭാഗം വായിച്ചതിൽ നിന്ന് ആമേൻ ചില ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നും കൊണ്ട് പ്രാർത്ഥിപ്പാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം ആമേൻ 16-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം വായിച്ച വചനം ആമേൻ സ്തോത്രം നമുക്ക് ഏവർക്കും സുപരിചിതമായ വചനഭാഗമാണ്. ധനവാനെയും ലാസറിനെയും കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. ഇന്ന് പകൽ ആമേൻ ദൈവത്തിന് സ്തോത്ര വചനത്തിൽ നിന്ന് 1-2 ചിന്തകൾ നിങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു 2 മനുഷ്യരെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ധനവാനായൊരു മനുഷ്യൻ, 2 ദരിദ്രനായ മനുഷ്യൻ. 2 പേരും ആമേൻ മരിച്ചു, 2 പേരും അടക്കപ്പെട്ടു. ആമേൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം. ആമേൻ ദരിദ്രനായ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി. ധനവാനായ മനുഷ്യൻ എവിടെ പോയി? അവ യാതനാ സ്ഥലത്തേക്ക് പോയി. ഇന്ന് പകൽ ഈ ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് പോകുവാനുള്ള കാരണം എന്താണ്? ഈ ദരിദ്രനായ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുവാനുള്ള കാരണം എന്താണ്? ഇവൻ ദരിദ്രനായി ജനിച്ചത് കൊണ്ടാണോ ഇവൻ സ്വർഗത്തിൽ പോയത്? ഈ ധനവാനായ മനുഷ്യൻ ധനവാനായത് കൊണ്ടാണോ സ്വർഗത്തിൽ പോകാത്തത്, നരകത്തിൽ പോയത്? അപ്പോൾ സമ്പത്ത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുമോ? ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കണം. ഇന്ന് പകൽ ഒരു മനുഷ്യൻ്റെ ജനനം, ജീവിതം, മരണം ഇത് വളരെ പ്രാധാന്യമായ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജനനം, ഒരു മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ഈ ജീവിതമെന്ന ഈ സമയത്തെ നമ്മൾ വളരെ കരുതേണ്ടുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. ആരും ധ്യാനിക്കരുത്. ഇന്ന് പകൽ ഈ വചനം നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ അബ്രഹാമിനെ കുറിച്ചല്ല, ധനവാനെ കുറിച്ചല്ല, ദരിദ്രനെ കുറിച്ചല്ല. ഇന്ന് പകൽ നമ്മളെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ജീവിതം, ഈ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇന്ന് പകൽക്കാലം പ്രബോധനത്തിലൂടെയൊക്കെ നമ്മൾ കേട്ട കാര്യം അതാണ് സ്തോത്രം. നമ്മുടെ ജീവിതം മരണത്തിനും ജനനത്തിനും ഇടയ്ക്കുള്ള ഒരു വലിയ ബ്രാക്കറ്റ് പീരീഡ്. ഈ പീരീഡ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലും നരകത്തിലും പോകുന്നത്. അല്ലാതെ ദരിദ്രനും ധനവാനും ആയതുകൊണ്ടല്ല സ്വർഗവും നരകവും തമ്മിൽ വേർതിരിക്കുന്നത്. ഈ ജീവിതത്തിനകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ക്രമീകരിച്ചാണ് നമുക്ക് ദൈവത്തിൻ്റെ നിത്യത നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ വളരെ ആഡംബരത്തോടെ, വളരെ സ്തോത്ര ഹല്ലേലൂയ സുഖലോലുപനായി, ഒന്നിനും കുറവില്ലാതെ സമൃദ്ധിയായി ജീവിച്ചു. എന്നാൽ ഈ ദരിദ്രനായ മനുഷ്യനെ കുറിച്ച് പറയുക, ഇവനെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി, ശരീരം മുഴുവനും വ്രണം നിറഞ്ഞവനായി. ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഏതോ ഒരു ഭാഗത്ത് കിടന്നുകൊണ്ട് അവൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു, ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെങ്കിലും തിന്ന് വിശപ്പടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്തില്ല? കിട്ടിയില്ല. എന്നാൽ 22-ാം വാക്യത്തിൽ പറയുക, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഈ ദരിദ്രൻ മരിച്ചു അടക്കപ്പെട്ടു എന്നില്ല. ഈ ദരിദ്രൻ മരിച്ചു, അവനെ ദൂതന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, നമ്മൾ മരിക്കുമ്പോൾ ആര് വരണം?
2 കൊമ്പും ഒരു വാലുമൊക്കെ ഉള്ള ഒരാളല്ല വരേണ്ടത്. നമ്മൾ മരിക്കുമ്പോൾ ആര് വരണം? ദൂതന്മാർ വരണം. എത്ര പേർ ആമേൻ സ്തോത്രം അങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എന്നെ എതിരേൽക്കാൻ ആമേൻ ദൂതന്മാർ വരണം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, നമ്മളെ സ്തോത്രം കേരളത്തിൽ ആമേൻ ദൈവത്തിൻ്റെ ശബ്ദമായി നിന്ന ആമേൻ ഒരു കൺവെൻഷൻ പ്രാസംഗികനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടി, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു. ആകെപ്പാടെ പാസ്റ്റർ പേടിപ്പിക്കാൻ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ ആമേൻ. ജെ.സി. പാറക്കടവിൽ ആ ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പാടി, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു. ഇത് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ICUയിൽ ഇരുന്നല്ല ദൈവ പൈതലെ നീ പോകേണ്ടത്. ആമേൻ, ആശുപത്രി കിടക്കയിൽ ഇരുന്നല്ല ആമേൻ പോകേണ്ടത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, പ്രത്യാശയുള്ളവൻ ഈ ആരാധനയ്ക്കകത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്ര സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് ആമേൻ നിന്നെ എതിരേൽപ്പാൻ, ഇന്ന് പകൽ എന്നെ എതിരേൽപ്പാൻ ആമേൻ വരുന്നത് ആമേൻ സ്തോത്രം പിശാചല്ല. എന്നെ എതിരേൽക്കാൻ വരുന്നത് സ്വർഗത്തിലെ ദൂതന്മാർ എതിരേൽക്കാൻ വരും. ഇന്ന് പകൽ നമ്മുടെ അകത്ത് പ്രത്യാശയുണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. സ്തെഫാനോസ് ആമേൻ മുട്ടുകുത്തി ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൽ ഹല്ലേലൂയ ആമേൻ ശക്തമേറിയ കല്ലുകളെടുത്ത് അവനെ എറിയുമ്പോൾ ആമേൻ അവൻ കാണുന്ന കാഴ്ച സ്വർഗം തുറന്നിരിക്കുന്നതും ആമേൻ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റു നിന്ന് അവന്റെ പ്രാണനെ സ്വീകരിപ്പ് എഴുന്നേറ്റു നിൽക്കുന്ന വെളിപ്പാട് കണ്ടിട്ട് പറഞ്ഞു, ആമേൻ കർത്താവേ, എന്റെ പ്രാണനം നിന്റെ കരത്തിൽ തരുന്നു. ഞാൻ പറയുന്നു, പ്രത്യാശയുള്ളവൻ വെളിപ്പാട് കണ്ടു വേണം പോകാൻ. കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്നത് കാണണം. പഴയ കാലത്തിൽ ഒരു അപ്പച്ചൻ ആമേൻ മരിക്കുവാൻ കട്ടിലിൽ കിടക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഒരു ദൈവദാസനാണ്. അദ്ദേഹം മരിക്കുവാൻ ആമേൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ ആമേൻ തൻ്റെ ആമേൻ സ്വത്രം ജ്യേഷ്ഠ സഹോദരൻ ഹല്ലേലൂയ വന്ന് ആ കട്ടിലിൽ ഇരുന്നു. ആമേൻ കട്ടിലിൽ ഇരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ആമേൻ നീ എഴുന്നേൽക്ക്, ആ കട്ടിലിൽ ഇരിക്കരുത്, നീ കണ്ടില്ലേ ദൂതന്മാർ ഇവിടെ ഇരിക്കുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഒരു വെളിപ്പാട് കാണണം. ദൂതന്മാർ ഇറങ്ങി വന്ന് ആമേൻ എന്നെ എതിരേൽക്കുവാൻ ദൂതന്മാർ വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് വേണം പോകാൻ. ഹല്ലേലൂയ. അവസാനം ആമേ ഹല്ലേലൂയ കിടന്ന് ആമേ സ്തോത്ര ഹല്ലേലൂയ ആമേ കാലൻ വരുന്നേ കയറ് വരുന്നേന്ന് നിലവിളിക്കരുത്. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ദൂതന്മാർ ആമേൻ എതിരേൽക്കാൻ ഇറങ്ങി വരണമെങ്കിൽ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കൊരു ജീവിതമുണ്ട്. മരണത്തിനും ജീവനും ഇടയ്ക്കൊരു ജീവിതമുണ്ട്. ജീവനും മരണത്തിനും ഇടയ്ക്കൊരു ജീവിതമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ജീവിതം വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് പ്രസാദകരമായി ആമേൻ ദൈവകുഞ്ഞെ നീ ജീവിക്കാമെങ്കിൽ ആമേൻ നിന്നെ എതിരേൽക്കാൻ സ്വർഗത്തിലെ ദൂതന്മാർ വരും. ആമേൻ ഹല്ലേലൂയ. ദൂതൻ വന്നില്ലെങ്കിൽ ആമേൻ കർത്താവ് നിനക്ക് വേണ്ടി ആമേൻ ഇറങ്ങി വരും. നമ്മുടെ അകത്ത് പ്രത്യാശ ഉണ്ടായിരിക്കണം. നമ്മളെ ചൂട് പിടിപ്പിക്കുന്നത്, നമ്മെ ചൊടിപ്പിക്കുന്നത് ആമേൻ ഈ ദൂതുകളായിരിക്കണം നമ്മളെ ചൊടിപ്പിക്കാൻ. ആമേൻ സ്തോത്രം. നമ്മളെ കുറിച്ച് പറയുന്ന മൈനസ് കേട്ടല്ല നമ്മൾ ചൊടിക്കേണ്ടത്, നമ്മൾ ചൂട് പിടിക്കേണ്ടത്. നമ്മളെ ആരെങ്കിലും വല്ലതും പറഞ്ഞത് കേട്ടിട്ടല്ല നമ്മുടെ അകത്ത് ചൂട് പിടിക്കാൻ ആമേൻ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് ചൂട് പിടിപ്പിക്കണം. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള പ്രത്യാശ നമ്മുടെ അകത്ത് വരണം. ഇവിടെ ദൂതൻ വരാനുള്ള കാരണം ആമേൻ ശരീരം മുഴുവനും വ്രണമാണ്, കഴിപ്പാൻ ആഹാരമില്ല, എങ്കിലും അവൻ്റെ അകത്തൊരു പ്രത്യാശ. ഇവരുടെ ചരിത്രമൊന്നും ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ദൂതൻ വരണമെങ്കിൽ അവൻ്റെ ജീവിതത്തിനകത്ത്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ശരീരം മുഴുവനും
ആമേൻ വ്രണമായപ്പോൾ, അവിടെ ചരിത്രം എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ വ്രണമായപ്പോൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ശരീരത്തിൽ നിന്നും പുഴുക്കൾ ചാടിപ്പോയപ്പോൾ ഇയ്യോബ് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ദൈവം ആമേൻ ഹല്ലേലൂയ എൻ്റെ ശരീരം തിന്നാൻ നിന്നെ അനുവദിച്ചെങ്കിൽ നീ ചാടിപ്പോകണ്ട, ശരീരം തിന്നോ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്താ ഇയ്യോബ് നിനക്ക് അങ്ങനെ പറയാനൊരു ധൈര്യം? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഇയ്യോബിനൊരു ധൈര്യമുണ്ട്. ഞാൻ ദേഹരഹിതനായി പോയാലും എൻ്റെ ദൈവം എനിക്ക് ആമേൻ സ്തോത്രം പുഴുവിന് തൊടാൻ പറ്റാത്ത ആമേൻ ദ്രവത്വം, ആമേൻ സ്തോത്രം, ഈ ദ്രവത്വമുള്ള ശരീരത്തിൽ പുഴു കയറിയാൽ ദ്രവത്വമില്ലാത്ത ഒരദ്രവത്വ ശരീരം അവൻ എനിക്ക് തരും. ഇന്ന് പകൽ നമ്മുടെ പ്രത്യാശ നശിച്ചു പോകുന്ന മനുഷ്യനിലല്ല, നമ്മുടെ പ്രത്യാശ ആമേൻ നശിച്ചു പോകുന്ന ഭൂമിയിലല്ല. ഇന്ന് പകൽ എൻ്റെ പ്രത്യാശ എന്നെ വിളിച്ചു വേർതിരിച്ച എൻ്റെ അപ്പനില എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. ഈ ശരീരം ഹല്ലേലൂയ ആമേൻ മുറിച്ചു കളഞ്ഞാലും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഈ ശരീരം പുഴുവരിച്ചാലും, ആമേൻ സ്തോത്രം, ഈ ശരീരത്തെ ആമേൻ പുഴുവരിക്കാത്തൊരു ശരീരം തരുന്ന ഒരുവനിലാണ് എൻ്റെ ആശ്രയം, എൻ്റെ പ്രത്യാശ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചില വ്യക്തിപരമായ, എൻ്റെ ലൈഫിൽ വ്യക്തിപരമായ ചില ദൈവ ശബ്ദങ്ങൾ കേൾപ്പിച്ചു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത് നമ്മൾ മനുഷ്യരെ മുഖത്ത് നോക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകുന്നത് മനുഷ്യൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്താൽ ആമേൻ നമ്മൾ നിരാശപ്പെടും. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞു, നിൻ്റെ വിളിയെ നീ നോക്ക, നിൻ്റെ തിരഞ്ഞെടുപ്പിനെ നോക്ക്, നിൻ്റെ മേൽ കിടക്കുന്ന എൻ്റെ ആശയെ നീ നോക്ക്. അത് നോക്കിയാൽ ഭൂമിയിലോട്ട് നോക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ആമേൻ സ്തോത്രം, മനുഷ്യൻ മരിച്ചു, ഈ ദരിദ്രൻ മരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ധനവാനെന്നും ദരിദ്രനെന്നുമാണ് ആമേൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവൻ്റെ ദാരിദ്ര്യമല്ല. ഇന്ന് പകൽ നമ്മുടെ സമ്പത്തോ നമ്മുടെ ദാരിദ്ര്യമോ അല്ല ആമേൻ സ്തോത്രം നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. ഇന്ന് പകൽ നമ്മുടെ അകത്തൊരു വിശ്വാസമുണ്ട്. ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം, ആമേൻ. ഇതൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ദാരിദ്ര്യത്തെ പിടിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ സന്തോഷത്തോടെ അനുഭവിക്കണം. ഞാൻ ഒരിക്കലും ആമേൻ ദൈവം അനുവദിക്കുന്ന ദാരിദ്ര്യങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ, ആമേൻ ഇതെല്ലാം നമ്മൾ സ്വീകരിക്കണം. ആമേൻ ദൈവം അനുവദിക്കാത്ത ഒരു ദാരിദ്ര്യവും നമ്മൾ സ്വീകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളെ ചില ആമേൻ ടേണിംഗ് പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ആമേൻ വഴിതിരിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളിൽ ദൈവം ചില ആമേൻ സ്തോത്രം ചില കഷ്ടതകൾ, ചില ജരുക്കങ്ങൾ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടുന്നത് എവിടെയോ നമ്മളെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ദുഷ്ടൻ കൊണ്ടുവരുന്ന ഒരു ദാരിദ്ര്യവും നമുക്ക് വേണ്ട, ഒരു ഞെരുക്കവും നമുക്ക് വേണ്ട. ആമേൻ സ്തോത്രം. എൻ്റെ ആഗ്രഹം ദൈവമക്കളെല്ലാം നല്ല ഭവനത്തിൽ പാർത്ത്, നല്ല ആഹാരം കഴിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതൊന്നും പാപമല്ല. ആമേൻ സ്തോത്രം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്താണ് ഈ ധനവാൻ ആമേൻ സ്വർഗത്തിൽ പോകാത്തതിൻ്റെ കാരണം എന്താ? 23 വായിച്ചാൻറ്റി. 23. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ഇതാണ് പ്രശ്നം. ധനവാനായത് കൊണ്ടല്ലേ അവൻ നരകത്തിൽ പോയത്. ധനവാനായി ജീവിച്ചപ്പോൾ മേലോട്ട് നോക്കാൻ, സമ്പത്ത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകത്തില്ല. ഞാൻ പറഞ്ഞു സമ്പത്ത് വേണം. വചനം പറയുന്നു, നിങ്ങൾ വാരി വിതറി. ദൈവം നമ്മളെ കുറിച്ച് പറയുന്നത്, നീ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ദരിദ്രനായിരിക്കുമെന്നല്ല. ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ധനവാനായത് കൊണ്ടല്ല യാതനാ സ്ഥലത്തേക്ക് പോയത്. ജീവിച്ചിരുന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? മേലോട്ട്. ഈ ബൈബിൾ ഈ ധനവാൻ സ്വർഗത്തിൽ പോകൂല എന്ന് പറയാൻ കാരണം, ഈ സമ്പത്ത്
അധികം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ അധികം എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. പെട്ടെന്ന് നെഞ്ചിനകത്ത് ചെറിയൊരു വേദന, പൈസ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഒരു നെഞ്ചരിപ്പ്. രാവിലെ പുട്ടും പഴവും കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. സത്യത്തിൽ അറ്റാക്കാ. എന്നാലും നമ്മൾ എന്തേ പറയൂ? ഹലോ, പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ലൂസിയായിട്ട് വിളിക്കും. നമുക്ക് ആകെ ഒരു ആശ്രയവും ആകെ ഒരു പരിചയവും എല്ലാ ആൻറ്റിയേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് പകൽ സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും ഇന്ന് പകൽ നമ്മുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ ആശ്രയം എവിടെയാണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് ധനവാൻ സ്വർഗത്തിൽ പോകാൻ. കാരണം ഈ നെഞ്ചരിപ്പും സ്തോത്രം ഒരു സമയം കഴിഞ്ഞു ഉലുവ വെള്ളം കുടിച്ചിട്ടും പോയില്ലെങ്കിൽ നമ്മൾ നടന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ആദ്യം നമ്മൾ ഉലുവ വെള്ളം കുടിച്ച് നോക്കും. അത് ഇച്ചിരി ഉലുവ വെള്ളം കുടിച്ചാൽ ചിലതൊക്കെ അങ്ങ് പോകും. അറ്റാക്ക് ആണെങ്കിൽ ഉലുവ വെള്ളം വിശ്വാസത്തോടെ കുടിച്ചാൽ അതങ്ങ് പോകുമെന്ന്. സ്തോത്രം. അത് നമ്മുടെ വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. സ്തോത്രം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം നടന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ പാസ്റ്ററെ വിളിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരെ വിളിക്കും, പ്രാർത്ഥിക്കണം. രാവിലെ തുടങ്ങിയത് വൈകുന്നേരമായിട്ടും ഇത് നിൽക്കുന്നില്ല. സ്തോത്രം. എന്തായാലും ദൈവം എനിക്കൊരു സൗഖ്യം തരും. പൈസ ഉണ്ടെങ്കിൽ ഇതിനൊന്നും നിൽക്കത്തില്ല. സ്തോത്രം. നമ്മൾ നേരെ സ്തോത്രം. നമ്മുടെ ആശ്രയം ഇന്ന് പകൽ ഈ ധനവാൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യത്തിനും ദൈവത്തെ എന്ത് ചെയ്തില്ല? ദൈവത്തെ ആശ്രയിച്ചില്ല. മുകളിലോട്ട് നോക്കിയില്ല. ഇന്ന് പകൽക്കാലം മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ദൈവം നമുക്ക് തരുന്ന സമയങ്ങളൊക്കെ എങ്ങോട്ട് നോക്കണം? മുകളിലോട്ട് നോക്കണം. എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം എന്ത് ചെയ്തില്ല? ഇന്ന് പകൽക്കാലം നമ്മുടെ മുഖം ലജ്ജിക്കാതെ വണ്ണം നമ്മുടെ മുഖത്തെ പ്രകാശമാക്കുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. അവനിൽ ദൈവകുഞ്ഞ് നീ ആശ്രയിക്കുന്നു എങ്കിൽ സ്തോത്ര. ഹല്ലേലൂയ. നീ നിരാശപ്പെട്ടു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. ലോകം നിന്നെ അടക്കം ചെയ്യുകയല്ല. ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി സദാസമയം ഹല്ലേലൂയ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ മരണസമയത്ത് മാത്രമല്ല നിന്റെ ജീവിതകാലത്തൊക്കെയും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യും. ഞാൻ പറയുന്നു ഹല്ലേലൂയ. ലാസറേ ഹല്ലേലൂയ. ദരിദ്രനായ മനുഷ്യനോട് ഞാൻ പറയാ, നീ നിന്റെ മരണസമയത്ത് മാത്രമല്ല ജീവിത സമയത്തും ദൂതന്മാർ വരും. പത്രോസിനെ പൂട്ടിയിട്ടു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി ശത്രുവിൻ്റെ ലോക്കുകളെ അഴിച്ചു. ഞാൻ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മരണസമയത്ത് മാത്രമല്ല ജീവിതകാലത്തും ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം ശത്രു എത്ര ലോക്ക് ചെയ്താലും സ്തോത്രം. ഹല്ലേലൂയ. നിന്നിലുള്ള ദൈവമഹത്വം വെളിപ്പെടാതെ വണ്ണം പിശാചി എത്ര ലോക്ക് ചെയ്ത് വെച്ചാലും കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽ ആർക്കു വേണ്ടിയോ? ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ അടുക്കൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദൂതൻ ഇറങ്ങുകയാ. എന്തിനാ? ഇന്ന് പകൽക്കാലം ചില നുഖങ്ങളെ തകർക്കാൻ, ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. ഇന്ന് പകൽ നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. എത്ര സ്തോത്ര ഹല്ലേലൂയ, എത്ര ശത്രു ലോക്ക് ചെയ്ത് വെച്ചാലും ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ദൂതൻ ഇറങ്ങിയാൽ മതി, ഒന്നാം കാവലും രണ്ടാം കാവലും സ്വതവേ തുറക്കും.
ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയത്തില്ല ഏതൊക്കെ ലോക്കുകളെ ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പൊട്ടിക്കുകയാ. ചില ദുഃഖങ്ങളെ ദൈവം പൊട്ടിക്കുകയാ. ആമേൻ, സ്തോത്രം. നീ വെളിച്ചം കാണാതെ വണ്ണം ആമേൻ നിന്റെ ജീവിതത്തെ ഇരുട്ടാക്കുന്ന ചില നുഖങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം തകർക്കുകയാ. നിന്റെ ജീവിതത്തിൽ വെളിച്ചം കാണരുതെന്ന് പറഞ്ഞ് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ കാലുകളെ ആമത്തിലിട്ട് മുട്ടി നിന്റെ കൈകളെ ലോക്ക് ചെയ്യുന്ന ആമേൻ ചില നുഖങ്ങൾ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അതിനെ തകർക്കുകയാണ്. സ്വതവേ തുറക്കും, സ്വതവേ തുറക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു, ആശ്രയം ദൈവത്തിലാണെങ്കിൽ, നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ, ആമേൻ, മരണസമയത്ത് മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ മനുഷ്യൻ്റെ ആശ്രയം ദൈവമായിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആകെക്കൂടെ ഈ മനുഷ്യൻ്റെ അടുക്കൽ വരുന്നത് നായ്ക്കൾ മാത്രമാണ്. ഒരു മനുഷ്യൻ പോലും വരാനില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഒരു മനുഷ്യനും വരണ്ട, കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ അടുക്കൽ ഇറങ്ങി വരും, നിൻ്റെ റൂമിൽ ഇറങ്ങി വരും, ദൈവകുഞ്ഞ് നിൻ്റെ വീട്ടിനകത്തിറങ്ങി വരും. ഹല്ലേലൂയ. നീ ആശ്രയിക്കുന്ന ദൈവത്തിലാണെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആകെ ആശ്രയം ഹല്ലേലൂയ ഈ ആമേൻ നായ്ക്കളാണ്. നായ്ക്കളും വന്നവൻ്റെ വ്രണം നക്കുമായിരുന്നു. ആമേൻ, സ്തോത്രം. ഒരു നേരത്തെ ആഹാരം വേണമെങ്കിൽ അവന് മുകളിലോട്ട് നോക്കണം. സ്തോത്രം. കൊണ്ടുതരാൻ ആരുമില്ല. ആമേൻ. എത്ര കാലം അദ്ദേഹം അവിടെ ജീവിച്ചെന്ന് നമുക്കറിയത്തില്ല. ജീവിച്ച കാലം മുഴുവനും ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, അവൻ ആഹാരം എത്തിക്കുന്ന അവൻ്റെ വേദനകളിൽ ആരും കൂടെയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കേ. നമ്മുടെ കയ്യിൽ ഒരു മുറിവ് പറ്റി, ആമേൻ, സ്തോത്രം, അവൻ്റെ ആ മുറിവിനകത്ത് ആമേൻ ഒരു പുഴുവിനെ കണ്ടാൽ, ആമേൻ, സ്തോത്രം, എത്ര പേരാ നമ്മുടെ ചുറ്റിൽ നിന്ന് ആമേൻ സ്പ്രേ അടിക്കും, അതിനെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് ശരീരം മുഴുവനും വ്രണമായിട്ടും ആശ്വാസം പറയുവാൻ ആരുമില്ല. ആമേൻ, സ്തോത്രം, വേദന പറയാൻ ആരുമില്ല. ഇന്ന് പകൽക്കാലം എനിക്കറിയില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വേദന പറയുവാൻ നിനക്കാരുമില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വേദന കാണുന്ന ഒരുവനുണ്ട്. നിന്റെ ആമേൻ, സ്തോത്രം, മുറിവുകൾക്ക് എണ്ണയും വീഞ്ഞും പകരുന്ന ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം നീ ആശ്രയിക്കുന്ന ദൈവത്തിലാണെങ്കിൽ ആമേൻ, ഒരു ദിവസം അവൻ ഇറങ്ങി വരും, നിന്റെ മുറിവുകളെ കെട്ടും, നിന്റെ വേദനകളെ അകറ്റും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ വിടുതൽ നിന്റെ ശരീരം അനുഭവിക്കും. ഈ വേദന ചുമക്കാൻ ആരുമില്ലായിരുന്നു, മുറിവ് കാണാൻ ആരുമില്ലായിരുന്നു. കുറച്ച് നായ്ക്കൾ മാത്രം ചുറ്റിലും നിൽക്കുമ്പോൾ അപ്പോഴും അവൻ്റെ ആശ്രയം അവൻ്റെ അപ്പനാണ്, അവൻ്റെ ആശ്രയം ദൈവമാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവനൊന്നും അവൻ മറുപടി പറഞ്ഞില്ല. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞ വീട്ടുകാരെ കുറിച്ച് അവനൊന്നും മിണ്ടിയില്ല. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും അവൻ്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. ആമേൻ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ വിശപ്പടക്കാൻ ദൂതന്മാർ ആമേൻ അപ്പവും ഇറച്ചിയൊക്കെ കൊടുത്തു കാണും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നാളിൽ അവൻ്റെ ജീവിതം അവസാനിച്ചു. എന്നാൽ പടിപ്പുരയ്ക്കിൽ കിടന്ന ഈ മനുഷ്യനെ കാണാനുള്ള കാഴ്ച ആമേൻ ഈ ധനവാനില്ലായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ചിലതിനെ കാണാനുള്ള കണ്ണ് നമുക്ക് തുറക്കണം. ആമേൻ, ചിലതിനെ കാണുവാനുള്ള കണ്ണ് നമുക്ക് തുറക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഈ ദരിദ്രൻ മരിച്ചപ്പോൾ അവിടെ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ആര് വന്നു? ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. വളരെ വളരെ ഇന്ന് പകൽ നമ്മളുടെ അകത്ത് ഈ പ്രത്യാശ ഉണ്ടാവണം. ഇന്ന് പകൽ ഈ ശരീരം വിട്ടാൽ ദൂതന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത വാക്യം പറഞ്ഞു, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, മേലോട്ട് നോക്കി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ഭയങ്കരമായ ശുശ്രൂഷകളും ആമേൻ, ഭയങ്കര അടക്ക ശുശ്രൂഷയായിരുന്നു. ഹല്ലേലൂയ, എല്ലാം കഴിഞ്ഞു. ആമേൻ, അദ്ദേഹം പോയത് യാതനാ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് അവൻ മേലോട്ട് നോക്കി. സ്തോത്രം. ഞാൻ പറയുന്നു, നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശരീരത്തിലിരിക്കുമ്പോൾ നോക്കണം.
ശരീരം വിട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ഈ സത്യം അറിഞ്ഞു വേണം പോകാൻ. മാനസാന്തരപ്പെടണോ? ശരീരത്തിലിരിക്കുമ്പോൾ മാനസാന്തരപ്പെടണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നന്മ ചെയ്യണോ? ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യണം. ആമേൻ. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുണ്ടെങ്കിൽ ഈ ശരീരത്തിലിരിക്കുമ്പോൾ, ഈ ശരീരം വിട്ടാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് പകൽ കർത്താവ് ഇത് എഴുതി വച്ചിരിക്കുന്നത് ആമേൻ, സ്തോത്രം, നമുക്ക് വേണ്ടിയിട്ടാണ്. ആമേൻ. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവൻ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും ഓ, ഇതുവരെ കാണാത്ത കാഴ്ച. പക്ഷെ സമയം കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത്. ഞാൻ പറയാം, ദൈവം കുഞ്ഞ സമയത്തിൽ നമുക്ക് ദൈവം എല്ലാവർക്കും ഒരു സമയം തരും. ആമേൻ. ഈ സമയത്ത് നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചോണം. ദൈവത്തെ മുറുകെ പിടിക്കാൻ സമയം തരുമ്പോൾ മുറുകെ പിടിച്ചോണം. ആമേൻ. അവിടെ വിട്ടുപിടിക്കരുത്, അവിടെ ദൈവത്തെ പിടിച്ചോണം. സ്തോത്രം, ഹല്ലേലൂയ. ഇത് അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. അവനെന്താ പറഞ്ഞേ? അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ആമേൻ. ഇപ്പോ പറയാ, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, കനിവുണ്ടാകണം. എന്തിന്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നോട് കനിവുണ്ടാകണം. നന്മ ചെയ്യാൻ എന്നോട് കനിവുണ്ടാകണം. ആമേൻ. സ്നേഹിക്കാൻ എന്നോട് കനിവുണ്ടാകണം. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ ചെയ്യാൻ എന്നോട് കനിവുണ്ടാകണം. ഹല്ലേലൂയ. ഇപ്പോൾ ശരീരം വിട്ടിട്ട് പറയാ, ആമേൻ, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ആമേൻ. അവിടെ കിടന്നുകൊണ്ട് പറയാ, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന്. സത്യത്തിൽ ആമേൻ, ഈ പഴയ ലാസറിനെ ഓർത്താൽ ഈ വെള്ളം നമ്മുടെ നാവിൽ വെക്കാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം. പക്ഷേ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ വിരൽ വ്രണമില്ല. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ മുറിവിൻ്റെ പാടുകളില്ല, വ്രണത്തിൻ്റെ പാടുകളില്ല, നായ്ക്കൾ നക്കിയ പാടുകളില്ല. ഇന്ന് പകൽക്കാലം ഒരു പുനരുത്ഥാന ശരീരം പ്രാപിച്ചൊരുവനെ സ്വർഗത്തിൽ കാണുകയാ. അവനോട് പറയാ, അബ്രഹാം പിതാവേ, ആമേൻ, സ്തോത്രം, ലാസറിന്റെ വിരലിന്റെ ഒരറ്റം ഒന്ന് മുക്കി എൻ്റെ നാവിൽ. വിരലിന്റെ അറ്റം മുക്കിയാൽ ഒരു ഗ്ലാസ് വെള്ളം അതിൽ കൊള്ളൂ. ആമേൻ, സ്തോത്രം. പുള്ളിക്കാരൻ പറയാ, ആ വിരലിൻ്റെ അറ്റത്ത് ആ ഒരു തുള്ളി ഉണ്ടല്ലോ, ആ ഒരു തുള്ളി എൻ്റെ നാവിന്മേലൊന്ന് തൊട്ടാൽ എനിക്കൊരാശ്വാസമുണ്ടാകും. സ്തോത്രം, സ്തോത്രം. യാതനാ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ഒരുവൻ വിളിച്ച് പറയുക, ആമേൻ, അബ്രഹാം പിതാവേ, ലാസറിൻ്റെ വിരൽ. ഇന്ന് പകൽക്കാലം ആമേൻ, സ്തോത്രം, ധനവാനായ മനുഷ്യനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഹല്ലേലൂയ. നീ ലാസറിൻ്റെ കയ്യിൽ വെള്ളമുള്ളത് നീ എങ്ങനെ കണ്ടു? അവൻ്റെ അടുക്കൽ വെള്ളമുള്ളത് നിനക്കെങ്ങനെ അറിയാം? ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് നമ്മളോടൊരു ദൂത് കൈമാറുവാനുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ലാസറേ, നീ സ്വർഗത്തിൽ പോകാൻ കാരണമെന്താ? ധനവാനെ, നീ നരകത്തിൽ പോകാൻ കാരണമെന്താ? ആമേൻ, സ്തോത്രം. അവൻ പറയും, ലാസറിൻ്റെ കയ്യിൽ എന്തുണ്ട്? ആമേൻ, സ്തോത്രം, ദാഹം ശമിപ്പിക്കുന്ന ജീവൻ്റെ വെള്ളം അവൻ്റെ കയ്യിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ജീവജല നദിയിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും യാതനാ സ്ഥലത്ത് പോകത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറവും ആമേൻ നിനക്ക് ദാഹമുണ്ടാകത്തില്ല. അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ലാസർ പറഞ്ഞില്ല, അബ്രഹാം പിതാവേ, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം തരണമെന്ന് പറഞ്ഞില്ല. ആമേൻ, യാതനാ സ്ഥലത്ത് കിടക്കുന്നവൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ആമേൻ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്ന് പകൽക്കാലം ശരീരത്തിലിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണം. ശരീരം വിട്ടാൽ ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല.
ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ജീവ ഉറവയിൽ നിന്ന് കുടിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞാൽ ദാഹമുള്ളിടത്ത് നീ പോകത്തില്ല. നീ പോകുന്നിടത്തെല്ലാം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം. ഈ ജീവന്റെ ഉറവ, ഈ വെള്ളം കുടിച്ചവൻ പോകുന്നിടത്ത് നരകം കാണത്തില്ല, നരകം നഗരമായി മാറും. മനസ്സിലായില്ല? ഇന്ന് പകൽ ഈ ജീവന്റെ ഉറവ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഈ വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ, യേശു പറഞ്ഞു ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയും, ഈ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തി, ഈ ജീവന്റെ ഉറവയിൽ നിന്ന് കുടിച്ച വ്യക്തി, അവൻ പോകുന്നിടത്ത് അവൻ നരകത്തിൽ പോയാൽ ആ നരകം നഗരമായി മാറും. മനസ്സിലായില്ല? ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഈ ജീവന്റെ ഉറവ നമ്മുടെ അകത്ത്, അപ്പോൾ ജീവന്റെ ഉറവയിൽ നിന്ന് നമ്മൾ ഈ വെള്ളം കുടിച്ചു. ആ ഉറവ ക്രിസ്തുവാകുന്നു. അപ്പോൾ ഈ ജീവന്റെ ഉറവയായ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നെങ്കിൽ ഇനി നമുക്ക് ദാഹിക്കില്ല. എന്ന് പറഞ്ഞാൽ ദാഹമുള്ളിടത്ത് നമ്മൾ പോകത്തില്ല. അപ്പോൾ ഈ വെള്ളം കുടിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയാ, ഈ വ്യക്തി ഇരിക്കുന്ന ഇടത്ത് ഈ ജീവന്റെ ഉറവയുണ്ട്. ഈ ജീവന്റെ ഉറവ കുടിച്ച ഒരു വ്യക്തി നരകത്തിൽ ചെന്നാൽ അത് നഗരമായി മാറും. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവകുഞ്ഞെ, ഈ ജീവന്റെ ഉറവ നിന്റെ ആമേൻ സ്തോത്രം നിന്റെ അകത്തുണ്ടെങ്കിൽ, നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് നരകം കാണത്തില്ല. നമ്മൾ പോകുന്നിടം നരകം നഗരമായി മാറും. ദൈവകുഞ്ഞ, നീ ഒരു പട്ടണത്തിൽ കാലി വെച്ചാൽ അവിടെ നരകം കാണത്തില്ല, നീ ദൈവത്തിന്റെ നഗരം കാണും. അകത്ത് ഉറവ ഉള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. അകത്ത് ജീവനുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ ധനവാനെ കുറിച്ചല്ല, ദരിദ്രനെ കുറിച്ചല്ല, ഇന്ന് പകൽക്കാലം അകത്ത് ജീവന്റെ ഉറവയുള്ള ദൈവകുഞ്ഞ നിന്നെ കുറിച്ച് പറയുക. നീ പോകുന്നിടത്ത് നരകം കാണത്തില്ല. നീ പോകുന്ന നരകത്തിലാണെങ്കിൽ ആമേൻ അതൊരു നഗരമായി മാറും. നിന്റെ ഭവനം നരകമാകത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനം ദൈവത്തിന്റെ നഗരമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തു പ്രത്യാശയുള്ളവർ ഹല്ലേലൂയ ഇങ്ങനത്തെ ദൂത് കേൾക്കുമ്പോൾ ഇരുന്നോ എഴുന്നേറ്റോ തുള്ളിച്ചാടിയോ ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്തെന്നറിയാമോ? നിന്റെ അകത്ത് ഈ ഉറവ കണ്ടാൽ ആമേൻ നരകം വിറയ്ക്കും. നരകം നിന്റെ മുമ്പിൽ വിറയ്ക്കും. നരകത്തിന്റെ ശക്തികൾ തകരും. കാരണം ആമേൻ പിശാചിന് പേടി ആരെയാ? ആമേൻ സ്തോത്രം. ഈ ആമേൻ രാജ്യത്തെ ഭരിക്കുന്നവരെ അല്ല പിശാചിന് പേടി. പിശാചിന് പേടി ആമേൻ അകത്ത് ജീവനുള്ളവരെയാ. മരണത്തിന് ഭയമാണ്. ഇന്ന് പകൽ എന്റെ സന്തോഷം അവിടെയുമല്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്തെല്ലാം ഈ ജീവനുണ്ട്. ഈ വെള്ളം നമ്മൾ കുടിച്ചവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആ ജീവന്റെ ഉറവ നമ്മുടെ അകത്തായി. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം. യേശു നടന്ന് യാക്കോബിന്റെ ഉറവിനരികിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ശമരിയക്കാരത്തി വന്ന് ആമേൻ വെള്ളം കോരുമ്പോൾ യേശു പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഹല്ലേലൂയ. ശമരിയക്കാരി പറഞ്ഞു, ഞാനൊരു ശമരിയക്കാരിയായിരിക്കെ നീ യഹൂദനായിരിക്കെ നീ എന്നോട് ചോദിച്ചതെന്ത്? ആമേൻ. യേശു പറഞ്ഞു, ആമേൻ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ ജീവന്റെ വെള്ളം നീ എന്നോട് ചോദിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ജീവന്റെ ഉറവ, ആ വെള്ളം എനിക്ക് വേണം. അവൾ പറഞ്ഞു, ആ വെള്ളം എനിക്ക് വേണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഇന്ന് പകൽ ഈ വെള്ളം നിന്റെ അകത്തേക്ക് ആമേൻ ഞാൻ പകരുകയാണ്. ഹല്ലേലൂയ. ഈ വെള്ളം അകത്തു വന്നപ്പോൾ അവൾ കുടം അവിടെ വെച്ചിട്ട് ശമരിയ പട്ടണത്തിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, വന്നു കാൺമീൻ. ഈ ഉറവ അകത്ത് വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഈ ഉറവയുടെ ഒരു നനവെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല.
ആമേൻ സ്തോത്രം. എനിക്കിത് പറയുമ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് കാണാം ആമേൻ സ്തോത്രം ചില ഹല്ലേലൂയ ആമേൻ ഉറവകളൊക്കെ വറ്റിയിരിക്കുകയാ. ഇന്ന് പകൽ വറ്റിയാലും കുഴപ്പമില്ല. ഇന്ന് പകൽക്കാലം ജീവന്റെ നാഥനോട് ചോദിക്ക്. ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ ആമേൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ഉറവ ഇന്ന് പകൽ നിന്റെ അകത്തു ദൈവം പകർന്നു വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം അതിന്റെ ആമേൻ പുറം മൂടികളെ മാറ്റും, ചില അടപ്പുകളെ മാറ്റും, ചില അതിരുകളെ മാറ്റും. ഇന്ന് പകൽക്കാലം നീ നിറഞ്ഞു ഒഴുകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു പറഞ്ഞു ആമേൻ ഈ ഉറവയെ അകത്ത് നമ്മുടെ അകത്ത് തന്നു നമ്മൾ ജീവനുള്ള ദേഹിയായി മാറി. എന്നിട്ട് കർത്താവ് പറഞ്ഞു ആമേൻ സ്തോത്രം ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഇത് നമ്മുടെ അകത്ത് തന്നിട്ട് അത് അടച്ചു വെച്ചിരിക്കുകയല്ല. ദൈവം പറഞ്ഞു ഇത് അകത്തു നിന്ന് എന്ത് ചെയ്യും? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഒഴുകാൻ സമയമാകുമ്പോൾ ആമേൻ ഇതിനെ അങ്ങ് തുറന്നങ്ങ് വിടണം. ഇത് തുറന്നു വിടണം. സ്തോത്രം. ഈ ഉറവ ദൈവം ആമേൻ തൻ്റെ അഭിഷിക്തന്മാരിലൂടെ ചില ഉറവകൾ തുറക്കുമ്പോൾ നിങ്ങൾ അങ്ങ് തുറന്ന് വിട്ടുകൊടുക്കണം. ഇവിടെ വായും പൂട്ടിയിരിക്കരുത്. ജീവിതകാലം മുഴുവനും വായും പൂട്ടിയിരിക്കേണ്ടി വരും. ആമേൻ സ്തോത്രം പറഞ്ഞോളണം. ഹല്ലേലൂയ. ദൈവം നീ രക്ഷിക്കപ്പെട്ട ദൈവവേദലാണോ? നിന്റെ അകത്തൊരു ഉറവ വെച്ചിട്ടുണ്ട്. ദൈവം പറയാ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജീവജലത്തിന് നദികൾ എന്ത് ചെയ്യും? ഇത് ഒഴുകും എന്ന് പറഞ്ഞാൽ ഇത് ഒഴുകി. ഹല്ലേലൂയ. ഈ ജീവന്റെ നദി ഒഴുകിയാൽ മരണത്തിന് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഒരു ശാപത്തിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു പരാജയത്തിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു പരാതികൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ അകത്തു നിന്ന് ഈ ജീവജലത്തിന് നദി ഒഴുകിയാൽ ചില പരാജയങ്ങൾ, ചില പരാതികൾ, ചില പരിഭവങ്ങൾ ഇന്ന് പകൽ ഈ നദി അതിൽ ഒഴുക്കിക്കളയും. നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടങ്കൽ പാറകളും എല്ലാ ആമേൻ പ്രതികൂലത്തിന് മതിലുകളെയും ഇന്ന് പകൽക്കാലം ദൈവം അതിനെ ഒഴുക്കിക്കളയും. ഇപ്പോ ഈ ധനവാനായ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറയാ, ഒരു തുള്ളി വെള്ളമുണ്ടെങ്കിൽ എൻ്റെ ദാഹം എന്ത് ചെയ്യും? ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു തുള്ളി വെള്ളം മതിയെന്ന്. ഈ ജല നദിയിൽ നിന്ന് ഒരു തുള്ളി ഉണ്ടെങ്കിൽ ഒരുവൻ വിളിച്ചു പറയാ, ഇവിടെ നിന്ന് ഈ തീക്കകത്ത് നിന്ന് ഈ യാതനാ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ അബ്രഹാം പിതാവ് ഒരു തുള്ളി വെള്ളം മതി. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ദൈവം എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് എങ്ങനെ? ഒരു തുള്ളിയാണോ? പിന്നെ ഒരു നദി. ഒരു തുള്ളിയല്ല നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത്, ഒരു നദി അകത്ത് വെച്ചിരിക്കുക. ഇതുപോലത്തെ ധനവാന്മാർക്ക് ഒരു തുള്ളിയല്ല, ലിറ്റർ കണക്കിന് കോരി കുടിക്കാനുള്ള ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന നദി ഒഴുകിയാൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്തുള്ള സകല മനുഷ്യർക്കും കുടിക്കാനുള്ള ജീവജല നദി നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കാം. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇത് തുറന്നു വിടാൻ നമ്മൾ തയ്യാറായാൽ മതി. കർത്താവേ ഞാൻ റെഡിയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ 2026 തീരുന്നതിന് മുൻപ് അതുവരെ ജീവിച്ചിരിക്കാൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ ജീവജലത്തിൻ്റെ നദിയെ തുറന്നു വിട്ട് അനേകരെ ഈ യാതനാ സ്ഥലത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അനേകരെ രക്ഷിക്കാനുള്ള ദൈവകൃപ ഇന്ന് പകൽ എൻ്റെ മേൽ, കർത്താവേ എൻ്റെ മേൽ ആ നദിയൊന്ന് തുറന്നു വിടണം, ആ നദിയൊന്ന് തുറന്നു വിടണം. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ നദി ഒഴുകാൻ തുടങ്ങിയാൽ അനേകർ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. ആമേൻ. ഈ നദിയുടെ പ്രത്യേകത ഇത് ജീവനുള്ള വെള്ളമാണ്. ഇത് ജീവിപ്പിക്കുന്ന, മരണക്കിടക്കയിൽ ഇരിക്കുന്നവന് വേണ്ടി ദൈവകുഞ്ഞൻ നീ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവൻ ജീവിക്കും. രോഗികൾക്ക് വേണ്ടി നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഈ ജീവൻ്റെ ഉറവ അവനിലേക്ക് ചെന്ന് ആമേൻ രോഗശക്തിയെ മാറ്റി അവനെ ജീവനിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഒറ്റ കാര്യം, കർത്താവേ ആ ഉറവ എന്നിൽ, സ്തോത്രം. ഈ ഒരു ദിവസം ഇതിന് കണക്ക് പറയണം നമ്മൾ. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അബ്രഹാം പിതാവ് പറഞ്ഞു, ഒരുവന് നിങ്ങളുടെ അടുക്കിലേക്കും
അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പോകാതെ വണ്ണം നമ്മുടെ ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്. സ്തോത്രം. ഒരു ദിവസം നമ്മൾ നിസ്സഹായരായി നിൽക്കേണ്ട ഒരു സമയമുണ്ടാവും. പക്ഷേ ഇന്ന് പകൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നുമല്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും. ചില പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. അന്ന് നമുക്കതിനൊന്നും പറ്റത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അബ്രഹാം പിതാവ് പറഞ്ഞു, ആമേൻ. അപ്പോൾ ധനവാൻ പറഞ്ഞു, എന്നാൽ ലാസറിനെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വിടാമോ? അബ്രഹാം ചോദിച്ചു, എന്തിനാ വീട്ടിലോട്ട് വിടുന്നേ? മേലോട്ട് നോക്കാത്ത 5 എണ്ണം എൻ്റെ വീട്ടിനകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഞാനോ നോക്കിയില്ല. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. യാതനാ സ്ഥലത്ത് കിടന്ന ഒരു മനുഷ്യൻ പറയാ, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? 4 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് മൈക്ക് വെച്ച് വിളിച്ചിട്ട് മാനസാന്തരപ്പെടാത്തവരുണ്ട്. സ്തോത്രം. മാനസാന്തരം മനസ്സ് തിരിക്കണം, മനം തിരിയണം. ആമേൻ. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങളിലും നമ്മളെ മനസ്സിനെ തിരിക്കണം. ഇല്ലെങ്കിൽ എപ്പോഴാ നമ്മളെ ദൈവം വിളിക്കുന്നതെന്ന് പറയാൻ പറ്റിയല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം പറയുക, ചിലപ്പോൾ 5 പേരും മാനസാന്തര. സ്തോത്രം. നമ്മൾ ധനവാന്റെ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? അവൻ പറയാം, ഞാനോ മാനസാന്തരപ്പെട്ടില്ല. ഇനി വീട്ടിലുള്ളതോ? സ്തോത്രം. വീട്ടിലുള്ളതും മാനസാന്തരമില്ലാത്ത മേലോട്ട് നോക്കില്ല. സ്തോത്രം. അബ്രഹാം പറഞ്ഞു, ഇനിയിപ്പം മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യത്തില്ല. ആമേൻ. ഇവിടെ മോശയും മാത്യു അബ്രഹാമും നമ്മളെ കൂടെയുണ്ട്. മാത്യു അബ്രഹാം നമ്മളെ കൂടെയുണ്ട്. പാസ്റ്ററിൻ്റെ വചനമൊക്കെ ഇങ്ങനെ തീച്ചൂള പോലെ ഇങ്ങനെ പാഞ്ഞു വരും. ഇത്രയും പാഞ്ഞു വന്നിട്ടും മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അബ്രഹാമിന് ഒന്നേ പറയാനുള്ളൂ, നേരെ ഇങ്ങോട്ട് പോരട്ടെ. ഇവിടെ ചാകാത്ത പുഴുവും കെടാത്ത. പിന്നെ അവിടെ കിടന്ന് ആമേ കർത്താവെ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റുന്നെങ്കിൽ ഇപ്പം പറ്റണം. അവിടെ ചെന്ന് പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ഇത് ആരോടാ ഈ ദൂത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്നോടാ ഈ ദൂത് പറയുന്നത്. ഇന്ന് പകൽ ഈ ദൂത് എന്നോടാ പറയുന്നത്. ജോസെ മാനസാന്തരപ്പെട്ട് ജീവിക്കണം. ആമേൻ. സ്തോത്രം. മാനസാന്തരപ്പെട്ട് ജീവിക്കണം, കീഴ്പ്പെട്ട് ജീവിക്കണം. ആമേൻ. കീഴടങ്ങി ജീവിക്കണം, മര്യാദയ്ക്ക് ജീവിക്കണം. ആമേൻ. ഇന്ന് പകൽ ഞാൻ എന്നോടാ പറയുന്നത്, മര്യാദയ്ക്ക് ജീവിക്കണം. ആമേൻ. സ്തോത്രം. എല്ലാവരും സ്നേഹിച്ച് ജീവിക്കണം. ആമേൻ. സ്തോത്രം. കർത്താവിന് കീഴടങ്ങിയിരിക്കണം, മനുഷ്യർക്ക് നീ കീഴടങ്ങിയിരിക്കണം. നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ നിനയാത്ത നാഴികയിൽ ആമേൻ. സ്തോത്രം. എൻ്റെ ദൂതനെയല്ല എൻ്റെ കാലനെ ഞാൻ അയക്കും. സ്തോത്രം. സ്തോത്രം. ദൂതൻ വരണോ കാലം വരണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചോണം. ഇന്ന് പകൽ ഇതെല്ലാം സ്വർഗത്തിലെ ക്യാമറ വെച്ച് ഇങ്ങനെ അഗ്നിജ്വാലയ്ക്കൊത്ത 2 കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു, ആ കണ്ണുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മനം തിരിയാനുണ്ടെങ്കിൽ,
ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു അന്ത്യശാസനം പോലെ നമ്മളോട് ഈ ദൂത് കൈമാറുന്നെങ്കിൽ ഞാൻ പറയാം, അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കാൻ ഈ സ്റ്റേജിൽ നിൽക്കാൻ ഞാനുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവം ഒരവസരം തന്നാൽ ഇവിടെ നിൽക്കും. സ്തോത്രം. ഇല്ലെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലിരിക്കും. ഏതു നേരത്താണ് കർത്താവിൻ്റെ ദൂതൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക്, ആ ജീവനീര ഉറവിലേക്ക്, ആ ജീവന്റെ ഉറവിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഈ ദൂത് കൈമാറുന്നത് എന്തിനാ? നമ്മൾ നശിച്ചു പോകാതിരിപ്പാൻ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം പിന്നെയും നമ്മളെ തേടി വരുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മാത്യു അബ്രഹാമും സ്തോത്രം ഹല്ലേലൂയ ജോസ് അബ്രഹാമും ഒക്കെ പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്തില്ല എങ്കിൽ നിനയാത്ത നാഴികയിൽ ദൂതൻ വരും, കൊണ്ടുപോകും. എവിടേക്ക് കൊണ്ടുപോകുന്നെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം നാം ശരീരത്തിലിരിക്കുമ്പോൾ നമ്മുടെ നിത്യത നമ്മൾ ഉറപ്പാക്കണം. ഇന്ന് പകൽക്കാലം എൻ്റെ നിത്യത ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പാക്കണം. ഹല്ലേലൂയ. എൻ്റെ നിത്യത എൻ്റെ ഭാര്യയല്ല ഉറപ്പാക്കുന്നത്, എൻ്റെ നിത്യത എൻ്റെ മക്കളല്ല ഉറപ്പാക്കുന്നത്, എൻ്റെ നിത്യത എൻ്റെ ഭർത്താവല്ല ഉറപ്പാക്കേണ്ടത്. എൻ്റെ നിത്യതയെ ഞാൻ ഉറപ്പാക്കണം. ഇന്ന് പകൽ ദൂതൻ വന്നാൽ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് സ്തോത്രം കൂടെ കയറി പോകുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുക്കമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽ ദൈവം നിങ്ങളെ നോക്കൊരു ദൂത് പറയാനുണ്ട്. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല, നിരാശപ്പെട്ടു പോകത്തില്ല. നിന്നെ തളർത്താൻ ആർക്കും കഴിയത്തില്ല. നിന്റെ നരിയാണി ഉറച്ചിരിക്കും. സ്തോത്രം, നീ ഇതിനെയെല്ലാം അതിജീവിച്ചു മുന്നേറും. ഇന്ന് പകൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്നിലേക്ക് നോക്കിയാൽ മതി. പലപ്പോഴും നമ്മുടെ ആകുലത മറ്റുള്ളവരെ കുറിച്ച് ആകുലത. എൻ്റെ ആകുല എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്. പക്ഷെ നമ്മളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആകുലപ്പെടാറില്ല. സ്തോത്രം. ഇന്ന് പകൽ മറ്റുള്ളതെല്ലാം വിട്ട് നമ്മളെക്കുറിച്ചൊരു ആകുലത. കർത്താവേ, ഇന്ന് എൻ്റെ പ്രാണനെ ചോദിച്ചാൽ, കർത്താവ് നിൻ്റെ കരങ്ങളിൽ തന്നിട്ട് സന്തോഷത്തോടെ നിൻ്റെ സന്നിധിയിൽ വരാനുള്ള പ്രത്യാശയും പ്രാഗൽഭ്യവും എനിക്കുണ്ടെന്ന് പറയുവാൻ ഇതിനകത്ത് ആരെങ്കിലും തയ്യാറായാൽ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പറയും, നിങ്ങളുടെ അകത്ത് ആ നിത്യജീവനുണ്ട്. ആ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. ഇന്ന് പകൽ ആ ജീവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയും, ഒരൊറ്റ ദൂത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. സ്തോത്രം, ഹല്ലേലൂയ. ആ ജീവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നഗരം നരകം നഗരമാകും. നിന്റെ ഭവനം നരകമാണെങ്കിൽ അത് നഗരമായി മാറും, ദൈവത്തിൻ്റെ പട്ടണമായി മാറും, ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി തീരും. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവ സാന്നിധ്യം, എനിക്കറിയില്ല, ഇന്ന് പകൽ അളവ് കൂടാത്തൊരു ദൈവ സാന്നിധ്യം ഈ മീറ്റിങ്ങിനകത്തിറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകലായി മാറട്ടെ. ഇന്ന് പകൽ എനിക്കറിയില്ല, ഭയങ്കര ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ എൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നു, എൻ്റെ മുഖത്ത് ഞാൻ അത് അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നത്, അവങ്കലേക്ക് തിരിയുന്നത്. ഇന്ന് പകൽ നമ്മൾ മനുഷ്യനെ വിട്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. നമ്മുടെ പ്രത്യാശ ദൈവമാണ്, നമ്മുടെ കരുതൽ ദൈവമാണ്, നമ്മുടെ ഏക ആശ്രയം എൻ്റെ ദൈവമാണ്. ഇന്ന് പകലൊന്ന് ദൈവകരങ്ങളിലേക്കൊന്ന് നമ്മളെ ഏൽപ്പിക്കാമോ? സ്തോത്രം, ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശ നമ്മുടെ അകത്ത് കത്താൻ പോകുക. ആ ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽക്കാലം, ആ ജീവൻ നമ്മുടെ മേൽ ഒന്നുകൂടെ ജ്വലിക്കാൻ പോവുകയാ. നരകത്തെ നഗരമാക്കി മാറ്റുന്നൊരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് പകലത് അങ്ങനെ തന്നെ സംഭവിക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഏരിയകളിൽ സ്തോത്രം പിശാചിൻ്റെ സാന്നിധ്യം വെളിപ്പെടും
നഷ്ടപ്പെടുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജീവൻ ഇന്ന് പകൽക്കാലം വ്യാപരിക്കാൻ പോകുക. ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നമ്മുടെ തല ഉയർത്തുന്നവൻ, ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നിന്റെ മരണസമയത്തല്ല, നിന്റെ ജീവകാലത്ത് നിന്നെ സഹായിക്കുന്ന ദൂതന്മാർ, നിന്റെ മുമ്പിൽ വഴി തുറക്കുന്ന ദൂതന്മാർ, നിന്റെ മുമ്പിൽ സ്വതവേ വാതിലുകളെ തുറക്കുന്ന ശക്തിയേറിയ ദൂതന്മാരെ ദൈവം നിനക്ക് വേണ്ടി അയക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പട്ടണത്തിൻ്റെ ആമേൻ പുറത്തുള്ള ഇരുമ്പ് ഗേറ്റുകളെ സ്വതവേ തുറക്കാൻ, നിന്റെ മുമ്പിലുള്ള വഴി അടച്ച് നിന്നെ ആമേൻ ഒതുക്കിക്കളയുന്ന മേഖലകൾക്കകത്ത് ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക, ആമേൻ, ഹല്ലേലൂയ, സകലതും ഞാൻ സ്വതവേ തുറക്കും. ഒരു മനുഷ്യന്റെ കരം തൊടാതെ വണ്ണം നിന്റെ മുമ്പിൽ അത് സ്വതവേ തുറക്കും. മനുഷ്യൻ അടച്ചതിന് ദൈവം പറയാ, ഞാൻ തുറക്കും അതിനെ. നിന്റെ മുമ്പിൽ സ്വതവേ അത് തുറക്കും. നിന്റെ തലമുറയുടെ മുമ്പിൽ അടച്ച വാതിലുകളെ ദൈവം സ്വതവേ തുറക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആ സ്വാതന്ത്ര്യം കാണും, നീ ആ സ്വാതന്ത്ര്യം അനുഭവിക്കും. ഈ പട്ടണത്തിനകത്ത് നീ സ്വാതന്ത്ര്യം അനുഭവിക്കും. നീ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ല, നീ ഒതുക്കപ്പെട്ടിരിക്കുകയല്ല, നീ വാതിലടച്ചിരിക്കുകയല്ല. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ നിന്റെ വിലാപ്പുറത്തു തട്ടി നിന്നെ എഴുന്നേൽപ്പിക്കും. നീ കിടക്കുകയല്ല, നീ ഒതുങ്ങിപ്പോകുകയല്ല, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനുഷ്യനിലെ ആശ്രയവും മനുഷ്യനിലെ നോട്ടവും ഇന്ന് പകൽ നമുക്ക് വിട്ടുകളയാം. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. മനുഷ്യ ശബ്ദത്തിന് ദൈവകുഞ്ഞെ നീ കാത് കൊടുക്കരുത്. നീ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത് കൊടുത്താൽ നീ കേൾക്കുന്നത്, യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, നീ കേൾക്കുന്നത് നീ എഴുതണം. നീ കേൾക്കുന്നത് ഒരു പുസ്തകമായി മാറും. നീ കേൾക്കുന്നത് വെറുതെ ആയി പോകത്തില്ല. നീ ദൈവശബ്ദമാണ് കേൾക്കുന്നെങ്കിൽ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമായി മാറും. ഓ, താങ്ക് യു ജീസസ്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വിശുദ്ധ സഭാരാധനയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളിനി മനുഷ്യൻ്റെ മുഖത്തേക്കല്ല കർത്താവേ, മനുഷ്യ ശബ്ദത്തിനുമല്ല കർത്താവേ, ദൈവശബ്ദത്തിനും ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കും. കർത്താവേ, സ്തോത്രം. ഞങ്ങൾ മനം തിരിയേണ്ട സമയത്ത് ഞങ്ങൾ മനം തിരിയും. ഇന്ന് പകൽ കർത്താവേ, ഏതെല്ലാം മേഖലയിലാണോ ദൈവത്തെ വിട്ട് ഞങ്ങൾ ആമേൻ പുറകിലോട്ട് നോക്കിയോ, ആ മേഖലകളിലെല്ലാം ഞങ്ങൾ നിൻ്റെ മുഖത്തേക്ക് ആമേൻ നോക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളെ മനസ്സിനെ തിരിക്കുന്നു, അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് മാനിക്കണം. ഇന്ന് പകൽ കർത്താവേ, ഈ ഹോളിൽ കടന്നു വന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കൃപയെ പകർന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൻ്റെ നരക മേഖലകളെ ദൈവത്തിൻ്റെ നഗരമാക്കി മാറ്റിയതിനായി സ്തോത്രം. ലൈവിലൂടെ ഞങ്ങളെ കണ്ട എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വെളിപ്പെട്ട അതേ ദൈവമഹത്വം അവരുടെ മേലും ഞങ്ങൾ പകർന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ട ഓഫറിങ്ങിനായി സ്തോത്രം. അപ്പാ, അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ആമേ സ്തോത്രം സമൃദ്ധി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ ഇതുവരെ കാണാത്ത നന്മകൾ അവരുടെ ജീവിതത്തിൽ കാണട്ടെ, അവരെ അനുഭവിക്കട്ടെ. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കത്തക്ക നിലകളിൽ ദൈവത്തിൻ്റെ വർധനവുകൾ ഉണ്ടാകട്ടെ. ഞങ്ങളെല്ലാം ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് നാൾ വരെയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.